أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച സുന്നി വനസംഘത്തിന്റെ സമാദരണീയനായ വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സഹപ്രവർത്തകൻ അബ്ദുൽ ഹമീദ് ഫൈലി അവറുകളെ, ബഹുമാനപ്പെട്ട സാലിം ഫൈസി, മറ്റുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, ബഹുമാനപ്പെട്ട സുന്നത്തെ ജമാഅത്തിന്റെ മഹല്ലുകൾ ഒരുമിച്ചുകൂടി കാലോചിതമായി നടത്തിയ ഈ പരിപാടി അല്ലാഹു തആല അവരിൽ നിന്നും ഈ പ്രതികൂല കാലാവസ്ഥയിൽ വിഷമം സഹിച്ച് ഇവിടെ ഇരുന്ന് ഇത് ശ്രവിക്കുന്ന സാധുക്കളിൽ നിന്നും നമ്മിലെല്ലാവരിൽ നിന്നും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ദോഷം പുറത്തു തരട്ടെ. മരണപ്പെട്ട വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ മരണപ്പെട്ട ആ വിഷമകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ട് പോയ ആ സഹോദരൻ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലോ മറ്റോ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചിക പ്രേരണയാൽ എന്തെങ്കിലും അദ്ദേഹത്തിന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു തആല പൂർവസ്ഥിതിയിലേക്ക് റാഹത്തായി തിരിച്ചു വന്ന് യഥാർത്ഥ ജീവിതം നയിച്ച് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലായി ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വളരെ പ്രയാസകരമായ ഈ നാട്ടിലെ സാഹചര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നിലയിലാക്കി പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല പരിഹരിക്കട്ടെ. വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുർമാർഗികളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. എല്ലാ ദുർമാർഗികളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. ഒരു വിഷമകരമായ സാഹചര്യത്തിൽ അവരോട് കൂടെ നിന്ന് സഹതപിക്കുന്നതിന് പകരം അതെല്ലാം വിറ്റ് കാശാക്കുന്ന തമ്മാടികളും ദുർമാർഗികളുമായ വികല ചിന്തയുടെയും വികല പ്രവർത്തനത്തിൻ്റെയും ആളുകൾക്ക് അല്ലാഹു തആല ഒന്നിരിക്കൽ ബോധം നൽകട്ടെ. അവർക്ക് ബോധം നൽകാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഷർറിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഞാനും എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഫൈസിയുമൊക്കെ വളരെ മടിച്ചാണ് ഈ പരിപാടി ഏറ്റിട്ടുള്ളതും വന്നിട്ടുള്ളതും. കാരണം മീദ് ഫൈസി വളരെ ശ്രദ്ധിച്ച് അങ്ങനെ വിഷയത്തിൻ്റെ ഒരു ഏരിയ മാത്രം സംസാരിച്ച് ആ വിഷയത്തെ അദ്ദേഹം സമീപിക്കുന്ന രീതിയിൽ പോലും ഞാനൊരു വിചിത്രമായി അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചത് പോലും ഞാനിവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതും ഇങ്ങനൊരു വിഷയം ചർച്ചയാക്കുന്നതും. എന്തുകൊണ്ടെന്നാൽ ഇത് പരസ്പരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മ എന്താണ് സംഭവിച്ചത്,
ഒരു കുടുംബത്തിന് സംഭവിച്ച എന്തോ ചില പൈശാചിക സാഹചര്യത്തിൽ വന്നുപോയ അബദ്ധത്തിൽ അവരോട് സാധിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നതിന് പകരം ഇവിടെ അത് ആ അവസരം മുതലെടുക്കാൻ വേണ്ടി ബിദഅത്തിന്റെ കക്ഷികൾ അവരുടെ തനിനിറം അവരിവിടെയും കാണിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ മടിച്ചും നിർബന്ധ സാഹചര്യത്തിലുമാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ചർച്ചയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളത് ഉദ്ദേശിക്കുകയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വേദനയിൽ പങ്കാളിയാവുക എന്നതിനപ്പുറം ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന ഒരു രീതി ഇല്ല. ഇത് ആ കുടുംബം ഉള്ള ഒരു നാടായതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതും അതിലേറ്റ് പ്രസംഗിച്ചിട്ടുള്ളതും എന്ന് വളരെ തുടക്കത്തിലെ വേദനയോടുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. അതേ സമയത്ത് ഇവിടെ കള്ളത്തൊരിയക്കത്തുകാർ നേരത്തെ ഹമീദ് ഫൈസി ഇവിടെ പറഞ്ഞു, തൊരിയക്കത്തുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും വ്യാജനുള്ള ഒരു കാലമാണിത്. എന്തിനുമുണ്ടൊരു വ്യാജൻ. ഒറിജിനൽ ഉണ്ടെങ്കിൽ വ്യാജനം ഉണ്ടാകും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴാണ് വ്യാജനം ഉണ്ടായത്. മരിച്ചിട്ട് വഫാത്തായിട്ടാണെങ്കിൽ സമ്മതിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാജന് കത്തെഴുതേണ്ടി വന്നു. മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലമത്തുൽ കദ്ദാബ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ വ്യാജന് കത്തെഴുതാണ്. എന്ത് ഒറിജിനലിനും സ്വാഭാവികമായും വ്യാജൻ ഉണ്ടാകും എന്നൊരു കാര്യം ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. അപ്പൊ തൊരിയക്കത്തുകൾക്ക് വ്യാജനം ഉണ്ടാകും. ആത്മീയമായ ചികിത്സകൾ ഇവിടെ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതാണ്, ഇവിടെ പ്രതിപാദിച്ചു. മുമ്പുള്ള അമ്പിയാക്കൾ അംഗീകരിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചതാണ്. ഇങ്ങനെയുള്ള ഈ വ്യാജ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അതിനും വ്യാജനം ഉണ്ടാവും. ആത്മീയ ചികിത്സകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ, പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും അതിലെല്ലാം ഷിഫായിനെ ഖൽഖ് ചെയ്യേണ്ടത് ജല്ല ജലാലായ സുബ്ഹാൻ മാത്രമാണ്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇപ്പൊ ഒരു പനഡോൾ കുടിച്ചു, അല്ലെങ്കിൽ ഒരു പാരാസെറ്റമോൾ പനിക്ക് കുടിച്ചു. പാരാസെറ്റമോളിന് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫായിനെ ഇൻഷാ ചെയ്യാതെ, ഈജാദ് ചെയ്യാതെ പാരസെറ്റമോൾ കൊണ്ട് ഒരാൾ രോഗം മാറുമെന്ന് വിശ്വസിച്ചാൽ അവന്റെ പേര് മുശ്രിക്ക്, കാഫിർ എന്നാണ്. ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കൂല. അത് ഏതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആത്മീയ ചികിത്സകൾ, ഭൗതിക ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഏത് കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് ചെയ്താലല്ലാതെ ഒന്നിനും ശിഫയുണ്ടാവുകയില്ല. എന്നാൽ ആത്മീയ ചികിത്സകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതാണ്. സ്വഹാബത്ത് ലോകത്തിന് വെളിച്ചം കാട്ടിയതാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിന്റെ ഈ സംഭവത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ആത്മീയ ചികിത്സകളെയും ആത്മീയമായ പ്രവർത്തനങ്ങളെയും ആത്മീയമായ ത്വരീഖത്തുകളെയും തസവൂഫിനെയും നിരാകരിക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ വഹാബികൾ ഇവിടെ നടത്തിയത്. ഒരു നിലക്ക് യുക്തിവാദികൾ ഇവിടെ പ്രസംഗിച്ചു. യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാം. യുക്തിവാദിക്ക് സ്വന്തം ബാപ്പയെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവനാണ് യുക്തിവാദി. യുക്തിവാദി പ്രസംഗിക്കുന്നത് പോലെ എങ്ങനെയാണ് സലഫി പ്രസംഗിക്കുക? യുക്തിവാദി കണ്ട കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുന്നു എന്ന് പറയുന്നവനാണ്. അപ്പോൾ പിന്നെ അവന് സ്വന്തം തന്തയെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഉമ്മയെ ബാപ്പ ജിമാഅ ചെയ്തത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ നിലക്ക് സ്വന്തം ബാപ്പയെ അംഗീകരിക്കാൻ കഴിയാത്തവനാണ്, അച്ഛനെ അംഗീകരിക്കാൻ കഴിയാത്തവനാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി. അപ്പൊ യുക്തിവാദിക്ക് എന്തും പറയാം. അവന്റെ തോന്നിയത് മാത്രമേ സംസാരിക്കൂ, അവൻ കണ്ടത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള യുക്തിവാദികൾ പറയുന്ന വാക്ക് എങ്ങനെയാണ് വഹാബികളും സലഫികളും പറയുക? ഷാർജയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ വഴിയായി ലോകത്ത് നിരാക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ചികിത്സയെ നിരാകരിച്ചിരിക്കുന്നു. എന്നാൽ ഈ പറയപ്പെടുന്ന ഈ ഷാർജയിൽ നിന്ന് വരുന്ന ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന അയാൾ ഏതൊരു നാട്ടിൽ നിന്നാണോ വരുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ചികിത്സകൾക്ക് കയ്യും കണക്കുമില്ല. ഏതൊരു കാര്യത്തിനും
വഹാബികൾ നേരെ പറയുന്ന ഒരു പ്രദേശമാണല്ലോ സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ നടക്കുന്ന ആത്മീയ ചികിത്സകൾ മാത്രമല്ല, അതും സൗദി ഔഖാഫിന്റെ ഉത്തരവാദിത്തത്തോടു കൂടെയും അംഗീകാരത്തോടു കൂടെയും. ഇത് നേരത്തെ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ നേരത്തെ ദൃക്സാക്ഷിയാവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാത്രയിൽ മംഗലാപുരത്തുകാരനായ ഇസ്മായിൽ എന്ന ഒരാൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക്, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ചെറിയ ഒരു പ്രയാസമുണ്ടായി, ഒരു പൈശാചികമായ ബാധയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കഫീൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക്. കൂടെ ഞാനും പോയി. അവിടെ ചെന്നപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അറബികളുണ്ട്, മറ്റു പല ദേശക്കാരുമുണ്ട്. അങ്ങനെയെല്ലാം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് ഒരു വലിയ നീണ്ട താടിയുള്ള ഒരു ഷെയ്ഖ് ഇങ്ങോട്ട് കയറി വന്നു. അയാളുടെ കയ്യിൽ ഒരു ചൂരലുണ്ട്. അയാൾ കയറി വന്നത് ഞാൻ ദൃക്സാക്ഷിയായ സംഭവമാണ്. അദ്ദേഹം യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതാൻ തുടങ്ങി എന്ന് മാത്രമല്ല, യാസീൻ ഓതിയിട്ട് മുബീൻ പറയുന്നതിനനുസരിച്ച് ഇയാൾ ഈ പിശാച് ബാധ ഏറ്റ ആളുകളെ ഒന്നൊന്നായി അടിക്കും. ആളുകൾ അടികൊണ്ട് പുളയുന്നു. അദ്ദേഹം യാസീൻ നിർബാധം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബഹളമയമായ സാഹചര്യം. ഇത് സൗദി അറേബ്യയിൽ എന്ന് മാത്രമല്ല, അറേബ്യയിൽ ധാരാളം പ്രദേശങ്ങളിൽ കണ്ടെത്താൻ കഴിയും. സൗദി ഔഖാഫ് തന്നെ അംഗീകാരം കൊടുക്കുന്നവരാണ്. റിയാദിൽ എക്സിറ്റ് 9 എന്നൊരു പ്രദേശമുണ്ട്. അവിടെയുള്ള ഒരു ഷെയ്ഖിനെ ഞാൻ നേരിട്ട് പരിചയമുണ്ട്. പലതവണ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലിന് ചട്ടയുള്ള ഒരാളാണ്. വീൽ ചെയറിലാണ് നടക്കുക. പിന്നെ കാർ അദ്ദേഹത്തിന്റെ ഏകദേശം അടുത്തേക്ക് കൊണ്ടുപോയി വീൽ ചെയറിൽ കൊണ്ടുവന്ന് കാറിൽ കയറ്റി. ഇദ്ദേഹം സൗദി ഔഖാഫ് സമ്മതം കൊടുത്ത ഇതേപോലെ ഒരു ആത്മീയ ചികിത്സാരിയാണ്. അദ്ദേഹത്തിന്റെ നേരെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് ആഴ്ചയിൽ 4 ദിവസമാണ് അദ്ദേഹത്തിന് ചികിത്സയുള്ളത്. 2 ദിവസം പുരുഷന്മാർക്കും 2 ദിവസം സ്ത്രീകൾക്കും. അതിന് തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന് വിശാലമായ ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ട്. അവിടെ ഈ ദിവസങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും നിറയും. അതിന് നേരെ തൊട്ട് മുമ്പിൽ കുന്നംകുളത്തുകാരന് വിജയൻ എന്നൊരാൾക്ക് ഒരു കന്നാസ് കച്ചവടമുണ്ട്. അദ്ദേഹം കന്നാസ് കച്ചവടം ചെയ്തിട്ട് ഏകദേശം കുന്നംകുളം പരിസരത്തൊക്കെ ഒരുപാട് ഭൂമിയും മറ്റൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരിട്ട് അനുഭവമുള്ള കന്നാസ് വിജയൻ എന്നാ പറയുക. വിജയൻ ഇതിന് നേരെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ എക്സിറ്റ് 9 ഇങ്ങോട്ട് കയറിയ സൗദി ഔഖാഫ് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ വരും. വലിയ നീണ്ട താടിക്കാരനായ ഒരു വലിയ ഷെയ്ഖ്, നടക്കാൻ വയ്യ, അദ്ദേഹം ഈ ചികിത്സയാണ്. ഈ വിജയന്റെ കടയിലേക്ക് സാധാരണ വണ്ടികൾ വരും. ഇങ്ങനെ ലോഡ് നിറച്ച് കന്നാസാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഏർപ്പാട്. ഈ കന്നാസ് വിറ്റിട്ട് വിജയൻ ഏകദേശം കുന്നംകുളത്തെ വലിയ മലയാളിയാണെന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. വിജയനെ എനിക്ക് നേരിട്ടറിയും. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ സത്യത്തിൽ ഇതേപോലെ സൗദി അറേബ്യയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ച് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ ഭംഗിയായി നടന്നുകൊണ്ടുപോരുന്ന പരിശുദ്ധ ഖുർആൻ ഓതുക, ചികിത്സിക്കുക എന്നതിന് യാതൊരു തർക്കവുമില്ലാതെ വളരെ അടിസ്ഥാനപരമായ സത്യമാണ്. മുജാഹിദ് വിഭാഗം തന്നെ അവരുടെ പുസ്തകങ്ങളിൽ മന്ത്രിച്ചൂതുന്നതിനെ കൂലി വാങ്ങാൻ പറ്റുമോ എന്ന വിഷയത്തിൽ ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രിച്ചൂതുന്ന കൂലി വാങ്ങാമോ, ഇത് മടവൂർ വിഭാഗത്തിന്റെ മുഷാവർ അംഗമായ MI മുഹമ്മദ് അലി സുല്ലമിയുടെ പുസ്തകമാണ്. അവർ പുറത്തിറക്കുന്ന പുസ്തകമാണ് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ 2 വിഭാഗം ഒന്നായി ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തിന്റെ മുഷാവർ അംഗമാണ് MI മുഹമ്മദ് അലി സുല്ലമി. അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉള്ള മറുപടി അടക്കം ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രിച്ചൂതുന്നതിന് കൂലി വാങ്ങാമോ, പ്രതിഫലമില്ലാതെ മന്ത്രിച്ചൂടാമോ? ഉത്തരം: ഖുർആൻ പാരായണം ചെയ്ത് രോഗിയെ മന്ത്രിക്കാമെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മം കൂടിയാണ്.
തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ കഴിയുന്നവർ ഉപകാരം ചെയ്തു കൊള്ളട്ടെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. കൂലി വാങ്ങാതെ മന്ത്രിക്കുന്നതാണ് ഉത്തമം. കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. മടവൂർ വിഭാഗം മുജാഹിദിന്റെ മുശാവറ അംഗമായ അവരുടെ അഭിപ്രായം. ഇനി കൂലി വാങ്ങാമെന്ന് മാത്രമല്ല, കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യമാണ് എന്ന്. ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്ര പോയി. അപ്പൊ ഈ യാത്രയില് അവര് തിരിച്ചു വരുമ്പോൾ ഒരു വെള്ളത്തടാകത്തിന്റെ അരികിൽ സ്വഹാബത്ത് ഇറങ്ങി. ആ വെള്ളത്തടാകത്തിന്റെ അരികിൽ അവര് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമവാസികളായ ചില ആളുകൾ വന്നിട്ട് ഇവരോട് ചോദിച്ചു, ഹൽ മിൻകും മിൻ റാഖിൻ, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രി ചൂതാൻ കഴിയുന്ന ആളുകൾ ഉണ്ടോ? ഞങ്ങളെ കൂട്ടത്തിൽ ഒഫീന ലദിയഉൻ, ഞങ്ങൾക്ക് വിഷബാധ ഏറ്റ ഒരാൾ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രി ചൂതാൻ കഴിയുന്നവർ ഉണ്ടോ എന്ന് സ്വഹാബത്തിനോട് ഈ വന്ന ഗ്രാമവാസികളായ ചില ആളുകൾ വന്ന് ചോദിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം മന്ത്രി ചൂതാൻ കഴിയും. പക്ഷെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ആളുകളാണ് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തില് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വളരെ സ്മാർട്ടായ ഒരാളാണ്. എന്തും വളരെ തമാശയോടുകൂടെ സമീപിക്കുന്ന വളരെ സ്മാർട്ടായ ഒരാൾ. അങ്ങനെ എല്ലാവരും നിശ്ചയിച്ചു അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആ ഗ്രാമത്തിൽ പോയി നോക്കുമ്പോൾ ആ ഗ്രാമമുഖ്യൻ ഈ ഹദീസ് ഫത്ഹുൽ ബാരി വിശദീകരിച്ചുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റഈസൽ ഖൗമി, അത് ആ ഖൗമിന്റെ തലവനായ ആളായിരുന്നു. വിഷം തീണ്ടി 2-3 ദിവസമായി ബോധരഹിതനായി കിടക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിക്കാനാണ് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വന്നത്. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തലയുടെ അരികിൽ ഇരുന്നു. എന്നിട്ട് മന്ത്രിച്ചു എന്ന് മാത്രമല്ല, ഈ മന്ത്രം അദ്ദേഹത്തിന് ഫലിച്ചു. അവിടെ ബോധരഹിതനായിരിക്കുന്ന ആള് അദ്ദേഹം എണീറ്റിരുന്നു. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ഫാത്തിഹ കേട്ട് ആ മന്ത്രം നടത്തിയ ഉടനെ ഈ കിടക്കുന്ന ബോധരഹിതനായി കിടക്കുന്ന ഗ്രാമമുഖ്യൻ എണീറ്റ് ഇരുന്നു. ആ നാട്ടുകാർക്ക് വളരെ സന്തോഷമാണ്. നേരത്തെ തന്നെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അവരോട് ചോദിച്ചിരുന്നു, ഞാൻ മന്ത്രമൊക്കെ നടത്തി തരാം, ശിഫയാകും, അല്ലാഹു തആല ശിഫ വിധിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എനിക്ക് എന്താ തരുവാന്ന്. അപ്പൊ ഞങ്ങളുടെ അഹബ്ബുൽ അംവാല് തരാം എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഹബ്ബുൽ അംവാല് ആടുകളായിരുന്നു. അങ്ങനെ മന്ത്രിച്ചൂടി ശിഫയായി ഇയാൾ എണീറ്റിരുന്നു. പ്രയാസമെല്ലാം തീർന്നപ്പോൾ 30 ആടുകളുള്ള ഒരാട്ടിൻ കൂട്ടം അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തു. ഒരു ഫാത്തിഹ ഓതി മന്ത്രിച്ചതിനാണ് 30 ആട് കിട്ടിയത്. ഈ സംഭവം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നു. ഈ ആടിനെ കൊണ്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു നേരെ സ്വഹാബത്തിന്റെ അരികിൽ വന്നപ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. എന്ത്? മന്ത്രി ചൂടാൻ പാടുണ്ടോ ഇല്ല എന്ന കാര്യത്തിലല്ല അവർക്കിടയിൽ തർക്കമുണ്ടായത്. പിന്നെ എന്താ തർക്കമുണ്ടായത്? തർക്കമുണ്ടായ വിഷയം മന്ത്രി ചൂടിയതിന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു കൂലി വാങ്ങിയത് ശരിയാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. ചില ആളുകൾ പറഞ്ഞു അബൂ സഈദ് മന്ത്രി ചൂട് ശരിയായി, ഒക്കെ കാര്യം ഭംഗി തന്നെ, പക്ഷെ അദ്ദേഹം ഷർത്ത് വെച്ച് ഒരു പണം വാങ്ങി ഒരു ധനം വാങ്ങി പോരാൻ പാടില്ലായിരുന്നു. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയതല്ലേ, അദ്ദേഹം എടുത്തോട്ടെ. ചില ആളുകൾ പറഞ്ഞു അത് ശരിയായില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ചില വിവേകികളായ ആളുകൾ പറഞ്ഞു തൽക്കാലം മിണ്ടേണ്ട, നിർജിഉ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മുസ്തഫ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് തിരിച്ചു പോവല്ലേ, മദീനയിൽ ചെന്നാൽ ഉടനെ നബിയോട് ചോദിക്കാം. അങ്ങനെ അവർ ചെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഖൈറ മാ അഖദ്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, ഒരാൾക്ക് കൂലി വാങ്ങാൻ ഏറ്റവും നല്ലത് ഖുർആൻ ഓതി കിട്ടിയ കൂലിയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. പക്ഷേ വദ്രിബൂ ലീ മഅകും സഹ്മൻ, നിങ്ങൾ
ആ കൂലി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു അംശം, ഒരു ഓഹരി എനിക്കും തരണം. കാരണം അവിടെ താഴെ ഫത്ഹുൽ ബാരി വിശദീകരിച്ചിട്ടുണ്ട്, ഫാത്തിഹ ഓടിയിട്ടാണല്ലോ അവർ മന്ത്രിച്ചത്. ഫാത്തിഹ അവർക്ക് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്നത് നാളെ മുതൽ ആരെങ്കിലും ഇവിടെ ഫാത്തിഹ ഓടിയിട്ട് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂലി വാങ്ങി ഒരു ഷെഡും കെട്ടിയിരിക്കാൻ വേണ്ടിയല്ല. അതല്ല ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. പകരം എന്ത് അങ്ങനെ ചെയ്താൽ അത് ഇസ്ലാമികമായ ശരീഅത്തിൽ വിരുദ്ധമായ ഒരു കാര്യമല്ല. നമുക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ല. അപ്പൊ എനിക്കാകട്ടെ, അമീർ ഫൈസിക്കാവട്ടെ, സാലിം ഫൈസി, നമുക്കൊന്നും അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഒരു മന്ത്രി ചോദിയിട്ട് അതിനൊരു കൂലി വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പരിപാടി ഇല്ല. എന്നാൽ നമുക്കില്ലാത്തത് ലോകത്ത് ശരീഅത്തിന് വിധേയമായി ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ നിരാകരിക്കുകയും അതിനെ പെരുമ്പറടിക്കുകയും അതിനെ കൊഞ്ഞനം കാട്ടുകയും ചെയ്യുക എന്നത് എത്ര ശുദ്ധമായ ഒരു ഭോഷ്കാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് മാത്രമല്ല, പരിശോധിച്ചു നോക്കിയാൽ എത്രയോ ദീനിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങളെ ഇവർ നിഷേധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സാക്ഷാൽ ഷാർജയിൽ നിന്ന് വരുന്ന ഹുസൈൻ സലഫി താമസിക്കുന്നതിന്റെ തൊട്ട അടുത്ത എമിറേറ്റ്സ് ആണ് അബുദാബി. അബുദാബിയിൽ ഷെയ്ഖ് സായിദ് മരിച്ച അന്ന് തുടങ്ങിയ ഖുർആനോട്ടാണ്. ഇവിടെ കേരളത്തിൽ പതിറ്റാണ്ടുകളായി വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മരിച്ചാൽ ഖുർആൻ ഓടാൻ പാടില്ല, അത് ബിദ്അത്താണ്, മയ്യത്തെടുക്കുക പോവാന്നല്ലാത്ത യാതൊരു പരിപാടിയും ഇല്ല, മയ്യത്ത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമില്ല, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓടാൻ പാടില്ല എന്ന്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, സുന്നിയായ ബാപ്പ മരിച്ച ഒരു സംഭവം. ഒരു മൗലവിയുടെ സുന്നിയായ ബാപ്പ മരിച്ചു. അദ്ദേഹം ദുആ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റക്ക് ദുആ ചെയ്തതാണ്. ശരി, ആയിക്കോട്ടെ, ഒറ്റക്ക് ദുആ ചെയ്തതാണെങ്കിൽ ഈ ഒറ്റക്ക് ദുആ ചെയ്യാൻ വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് തെളിവ്? എല്ലാ ദുആയും നിരാകരിക്കുകയല്ലായിരുന്നോ ഇതുവരെ ചെയ്തത്? ഇനി നിങ്ങൾക്കറിയാമോ, ഈ ഷെയ്ഖ് സായിദ് മരിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് അബുദാബിയിൽ അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ ഖുർആനോത്ത്. ഈ ഖുർആനോത്തിൽ പങ്കെടുക്കാത്ത ഒരു കേരള സലഫി നേതാവും ഇല്ല. ഇവിടെ വന്നാൽ ബിദ്അത്ത്, ഇവിടെ വന്നാൽ ശിർക്ക്, ഇവിടെ വന്നാൽ അനാചാരം, ഇവിടെ വന്നാൽ കടുത്ത ഹറാമ്. അവിടെയോ ചെറിയ ഒരു വ്യത്യാസമുള്ളൂ. എന്ത്? ഇവിടെ നിരാകരിക്കുകയും അവിടെ അംഗീകരിക്കുകയും ചെയ്യാൻ ചെറിയ വ്യത്യാസമുണ്ടോ? ഇവിടെ ഓത്ത് കഴിഞ്ഞാൽ ചെറിയൊരു പോത്തിറച്ചിയും ചോറുമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വലിയ ഒട്ടക മന്തിയാണ് കിട്ടുക. പിന്നെ ഇവിടെ ഈ നോട്ട കിട്ടാതെ എപ്പോഴാണ് ഇനി പ്രധാനമന്ത്രിക്ക് തോന്നിയിട്ട് മാറ്റാൻ അറിയില്ല. അവിടെ അങ്ങനെയല്ല, അവിടെ വലിയ പാളയുടെ വലുപ്പത്തിലുള്ള റിയാലാണ് കിട്ടുക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ അത് ഈ പറയുന്ന ഹുസൈൻ സലഫി വരുന്ന സ്വന്തം നാട്ടിൽ അല്ല. ടിയാനെ സംബന്ധിച്ചിടത്തോളം അവിടെയല്ലേ, നിങ്ങളെ മൂക്കിന്റെ മുന്നിലല്ലേ ഏറ്റവും വലിയ ബിദ്അത്ത് നടക്കുന്നത്. മരിച്ച അന്ന് മുതൽ ഷെയ്ഖ് സായിദ് മരിച്ചത് വഫാത്തായിട്ട് കൊല്ലത്രയായി? ഏകദേശം ഒരു 10 പതിറ്റാണ്ടിനടുത്തിട്ടുണ്ടാവും ഷെയ്ഖ് സായിദ് വഫാത്തായിട്ടെന്നാണ് എന്റെ ഓർമ്മ. ഏകദേശം ഒരു 10 കൊല്ലത്തിനടുത്തായിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ ഓത്ത് ഇന്നും നിലച്ചിട്ടില്ല. ഈ പറയുന്ന ആരും എതിർത്തിട്ടില്ല. തിങ്കളാഴ്ച രാവിനും വ്യാഴാഴ്ച രാവിനും അവിടെ ഒരുമിച്ച് കൂടി പ്രധാനമായി ഭക്ഷണം കൊടുക്കാറുണ്ട്. ഓത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കും. ഷെയ്ഖ് സായിദ് നല്ലൊരു മനുഷ്യനായിരുന്നു, സംശയമില്ല. എന്നാൽ ഒരു മക്ബറയിൽ ഒരുമിച്ച് കൂടി മമ്പറത്തോ, ലോകം കണ്ട മഹാനായ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട മൗലദ്ദബീല ഖുതുബുസ്സമാൻ എന്ന കാര്യത്തിൽ വഹാബികൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. ചരിത്രം പഠിച്ചാൽ മലബാറിൽ ഇന്നീ കാണുന്ന എല്ലാ വെളിച്ചത്തിന്റെയും കാരണം മൗലദ്ദബീല ഖുതുബുസ്സമാനാണ്. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ മക്ബറയിൽ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടിയാൽ അത് ബിദ്അത്തായി, അത് ശിർക്കായി. അതിനെതിരെ നിങ്ങൾ ഇറക്കിയ പ്രസംഗത്തിനും കാസറ്റിനും ലേഖനത്തിനും കയ്യും കണക്കില്ല. എന്നാൽ എന്റെ ഇത് അബുദാബിയിൽ ചെലവാക്കഞ്ഞു. അബുദാബിയിൽ ചെലവാക്കിയാൽ താല കൊണ്ട് പോകും. ഇവിടെ പിന്നെ എന്തു പറയാം? നിങ്ങൾ ചിന്തിക്കണം. ഈ താനിപ്പാപ്പരത്തും ഒരു മൗലവി കേരളം മുഴുവനും മരിച്ചെടുത്ത് ദുആ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പ്രസംഗിച്ച മൗലവിയുടെ ബാപ്പ മരിച്ചിട്ട് അയാൾ ദുആ ചെയ്യുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നു. സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ട് തൽക്കാലം നിഷേധിക്കാൻ നിർവാഹമില്ല. ഇല്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് അദ്ദേഹം
ദുആ ചെയ്യുന്ന ചിത്രം അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയ വ്യക്തമായി കൊടുത്തു. ഇനി ഒളിച്ചോടാൻ നിർവാഹമല്ല. അപ്പോൾ പറഞ്ഞു, ഞാന് ദുആ ചെയ്യുന്നത് ആരാണ്? മഹാനായ വഹാബികളുടെ വീക്ഷണ പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ മുബത്തതികൾ സയ്യിദ് ഹൈദരലി ശിഹാബുതങ്ങൾ, ഏറ്റവും വലിയ ഉറുക്കു കൊടുക്കുന്ന ആൾ സയ്യിദ് ഹൈദരലി ശിഹാബുതങ്ങൾ, ഏറ്റവും വലിയ വെള്ളം മന്ത്രിച്ചൂറുന്ന ആൾ സയ്യിദ് ഹൈദരലി ശിഹാബുതങ്ങൾ, ഏറ്റവും വലിയ നറുക്ക് കൊടുക്കുന്ന ആൾ, ഏറ്റവും വലിയ പിഞ്ഞാൻ എഴുതാനുള്ള ആയത്തെഴുതി കൊടുക്കുന്ന ആൾ. ഒരു പെണ്ണ് പ്രസവവേദന ഇറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് പിഞ്ഞാനം എഴുതിയിട്ട് ആ പെണ്ണിന്റെ വയറ് കൂടി ആ നേരത്ത് കലക്കണോ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരാണ് ഇവർ. ഇവരുടെ തലതൊട്ടപ്പനായ സാക്ഷാൽ ഇബ്നു തൈമിയ തന്റെ ഫത്വാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു പെണ്ണിന് പ്രസവവേദന ബുദ്ധിമുട്ടായാൽ പ്രസവം എളുപ്പമാകാനുള്ള വഴി പിഞ്ഞാണം എഴുതി കൊടുക്കലാണ് എന്ന് രായിക്ക് രാമായണം ഇവർ പ്രസംഗിക്കുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ തന്റെ ഫത്വാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇബ്നു തൈമിയ വേണ്ട, അതിനാണ് ഓന്ത് എന്ന് പറയുക. ഇത് ഓന്ത് മസല. ഇത് വെച്ചിട്ട് ഷാഫിയാണോ ഹനഫിയാണോ ഹംബലിയാണോ മാലിക്കാണോ മനസ്സിലായില്ല. അതിലാ മുമ്പ് അദ്ദേഹം ഒരു മണിക്കൂറോളം എന്ത് മസല തിന്നില്ല. ഇതിന് ഓന്ത് മസല എന്ന് പറയും. നമ്മൾ നെഹവൊക്കെ ഓതുമ്പോ കൊഹല് മസല എന്നുണ്ടാകുന്നത്, കൊഹല് മസലല്ല, ഓന്ത് മസല. അതായത് അവിടെ വേറൊരു പരിപാടി. ഇബ്നു തൈമിയ മരിച്ചിട്ട് ബറക്കത്തെടുത്തു എന്ന് മാത്രമല്ല, മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കൊണ്ട് ബറക്കത്തെടുത്തു. ഈ ഇബ്നു തൈമിയാണ് രായിക്ക് രാമാനം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വഹാബി പറഞ്ഞു. ആരാ ബറക്കത്തെടുക്കാൻ? മയ്യത്തിനെ കുളിപ്പിച്ച വെള്ളം. മയ്യത്തിനെ കുളിപ്പിച്ച വെള്ളത്തിന് എന്താ മനുഷ്യന്മാരെ ഉണ്ടാവുക? മയ്യത്തിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, മയ്യത്തിന് യാതൊരു പിടുത്തമില്ലാത്ത സാധനല്ലേ. ഒന്നിങ്ങോട്ട് നേരെ ഒന്നുകൊണ്ട് ഇരുത്തിയാൽ പിന്നെ ആമാശയത്തിലുള്ള സാധനം ഒരു പ്രയാസമില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകും. ശരിക്ക് ഞങ്ങൾക്ക് ഏതായാലും തബറുക്ക്, ഞങ്ങൾ അന്ധവിശ്വാസികൾ, മോശപ്പെട്ടവർ തബറുക്ക് എടുക്കുന്നവർ ഒക്കെ പോട്ടെ. നിങ്ങൾക്ക് ഈ ആളെയാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്നു. മരിച്ച് കുളിപ്പിച്ച മയ്യത്ത് കുളിപ്പിച്ച വെള്ളം ഈ ഹാഫിള് ഇബ്നു ഖയ്യിം അടക്കമുള്ള എല്ലാവരും ശിഷ്യന്മാർ, നമുക്ക് അവരൊക്കെ വലിയ മനുഷ്യന്മാരാണ്. പല ആളുകളും ഇബ്നു തൈമിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സാലിഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാവരെയും ഒരുപോലെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല. അതേ സമയത്ത് എല്ലാവരും ബറക്കത്തെടുത്തല്ലോ. ഈ പറയുന്ന ആളെയല്ലേ നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത്? അപ്പോൾ അത് അവിടെ സുന്നത്ത്. ഇബ്നു തൈമിയയുടെ കാര്യത്തിൽ ബറക്കത്തെടുത്താൽ സുന്നത്ത്, ഈ സാധുക്കളായ ആളുകൾ ചെയ്താൽ ബിദ്അത്ത്. ഇബ്നു തൈമിയ മരിച്ചിട്ട് ഖുതിമത്ത് ലഹു ഖതമാത്തുൻ കസീറ, ഒരുപാട് ഖത്തം ഓതി തീർത്തു. ഇൻദൽ മയ്യിതി വഇൻദ ഖബരിഹി അയ്യാമൻ കസീറ ലൈലൻ വനഹാറ. ആരാ എഴുതുന്നത്? ഇബ്നു തൈമിയ സാക്ഷാൽ ശിഷ്യൻ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തി. വഹാബികൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഖത്തം തീർത്തു. മയ്യത്തിന്റെ അടുത്ത് ഒരുപാട് ഖത്തം ഓതി. ഇൻദൽ മയ്യിതി വഇൻദ ഖബരിഹി, ഖബറിൽ പോയി ഓതി. ഇതൊക്കെ മുസ്ലിംമാർക്ക്, ശാപ്പാട്ട് വീരന്മാർക്ക് ശാപ്പാടടിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഏതായാലും കാറ്റ് വിഴുങ്ങി ജീവിക്കുന്ന കൗമാക്കി മാറ്റിയത് അൽഹംദുലില്ലാഹ്. അല്ല, ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ശാപ്പാട് വേണം. അല്ല, ശാപ്പാടൊന്നും വേണ്ടാത്ത നിങ്ങൾ എന്തിനായി പണിയെടുത്തത്? അതവിടെ സുന്നത്ത്, ഇവിടെ വിചാരിച്ചു. കാട്ടിക്കൂട്ടുന്നതെല്ലാം അങ്ങനെ. അള്ളാഹുവിന്റെ സത്യദീൻ എന്താണെന്ന് മനസ്സിലായില്ല. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഇതൊന്നും പൈശാചിക പ്രേരണയാൽ ആരോ ചെയ്ത അബദ്ധത്തിന് തെളിവല്ല. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷമത്തിൽ കുത്തുന്ന പരിപാടി സമസ്തക്കില്ല. സമസ്തയെപ്പോലെ ഇവിടെ ഈ തോന്യാസങ്ങളെയും ഈ വ്യാജ സിദ്ധന്മാരെയും വ്യാജ ആത്മീയതയെയും എതിർക്കാൻ ആരാണുള്ളത്? ആരാണുണ്ടായത്? കേരളത്തിലെ ഏത് വ്യാജ സിദ്ധന്റെ അടുത്ത് പോയിരുന്നാൽ, ഏത് രോഗി ചെന്നാലും ഒരു 3 ഗീബത്ത് സമസ്തയെ പറ്റി പറഞ്ഞിട്ട് അയാൾ രോഗിയെ നോക്കുള്ളൂ. എവിടെയും അങ്ങനെ. ഏത് കള്ളത്തൊരീക്കത്തുകാരെ പരിപാടിക്ക് പോയാൽ ആദ്യം സമസ്തയെ 3 കുറ്റം പറയാതെ ചെയ്യൂല.
ഏത് കള്ളത്താടിക്കാരും കള്ളത്തൊരീക്കത്തുകാരും വ്യാജസിദ്ധന്മാരും എല്ലാവരും സമസ്തയെ ആക്ഷേപിച്ച എന്തേ? ഇതിന് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. സത്യത്തിൽ ഇവിടെ നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ ആവശ്യം അപ്പുറത്താണ്. ഇവർ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ അബദ്ധങ്ങൾ, മന്ത്രിച്ചൂതൽ വിദഗ്ധാണെങ്കിൽ മന്ത്രിച്ചൂതുന്ന പരിപാടി ഏറ്റവും കൂടുതൽ നടത്തുന്നത് അവിടെയാണ്, സൗദി അറേബ്യയിലാണ്. അത് നിങ്ങൾ അവിടെയല്ലേ? അതേപോലെ മറ്റു രാജ്യങ്ങളിലാണ്, അറബി രാജ്യങ്ങൾ ഇഷ്ടംപോലെ ആ പരിപാടി നടന്നത്. അത് വിദഗ്ധാൻ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരുപാട് കാര്യങ്ങളിൽ അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്നവരാണ്. അതേ സമയത്ത് അത് വിദഗ്ധാണെന്ന് വാദിക്കുന്ന നിങ്ങൾ ഇവിടെ അങ്ങനെ ഒരു ആവശ്യമല്ലല്ലോ. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ദീൻ, എന്ത് ദീനല്ല എന്ന് വളരെ വ്യക്തമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിനെ അനുധാവനം ചെയ്ത് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ദീനിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഈ പണിയെടുക്കാമല്ലോ, ഒരുപാട് നാടുകളിലുണ്ടല്ലോ. നിങ്ങൾ അവിടെ കാണുന്നില്ലല്ലോ ഈ പണിയും കൊണ്ട്. അപ്പൊ ചുരുക്കത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട പൊതുജനം തയ്യാറാക്കണം. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വേദനയിൽ നിന്ന് മുതലെടുക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ വേദനയിൽ പങ്കാളിയാവണം. ഒരു വിഷമ സാഹചര്യത്തിൽ ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വന്ന പ്രയാസങ്ങളെ പരിഹരിച്ചു കൊടുക്കട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മനുഷ്യൻ, ഇനി അതും വേണമല്ലോ പറയാം, മനുഷ്യൻ ഖുലൂബ് ബനി ആദം കരീഷിൽ ഫലാത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല, ഞാൻ അതും പറയാം, അതും പറയാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്താണ് പറഞ്ഞത്? മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കരീഷിൽ ഫലാ, അത് മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്, എന്തിനാണ് ഹൃദയത്തെ മരുഭൂമിയിലെ തൂവലിനോട് ഉപമിച്ചത്? കിഴക്കെന്ന് കാറ്റടിച്ചാൽ തൂവൽ പടിഞ്ഞാറോട്ട് പോവും, പടിഞ്ഞാറെന്ന് കാറ്റടിച്ചാൽ കിഴക്കോട്ട് പോവും, വടക്കെന്ന് കാറ്റടിച്ചാൽ തെക്കോട്ട് പോവും, തെക്കെന്ന് കാറ്റടിച്ചാൽ വടക്കോട്ട് പോവും. അതല്ലേ മനുഷ്യന്റെ ഹൃദയം. അപ്പോൾ ചില ചപല സാഹചര്യത്തിൽ മനുഷ്യന്റെ ഹൃദയം അതിന്റെ സുബൂത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകാം. അതുകൊണ്ടല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക എന്ന് ദുആ ചെയ്യാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിലെ തൂവൽ പോലെയാണ്. ചില ചപല സാഹചര്യങ്ങളിൽ മനുഷ്യർ അബദ്ധത്തിൽപ്പെട്ടു പോകും. അള്ളാഹു അബദ്ധത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി തരട്ടെ. അവരെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് വ്യാജസിദ്ധന്മാർ ഇവിടെയുണ്ട്. ഈ വ്യാജന്മാർക്ക് വിധേയരാകുന്ന പല മനുഷ്യരും സത്യത്തിൽ നിരപരാധികൾ, സാധുക്കളാണ്. ഹൃദയത്തിന്റെ പിടുത്തം നഷ്ടപ്പെട്ടു പോയതാണ്. അവരെ ശാപത്തിൽ കുറ്റല്ല വേണ്ടത്, ഒരു മുസ്ലിമായ സഹോദരൻ യോജിച്ചതല്ല. ഇത് വളരെ ഗൗരവമായി സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആവശ്യത്തിനുള്ള എല്ലാ കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ ഹഖായ ദീൻ അനുസരിച്ച് വരുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ കേരളീയ രീതിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിവിടെ ബഹുമാനപ്പെട്ട സത്യദീൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. അതിൽ നിന്ന് എമ്പാടും സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, ഒരു പച്ചയായ സത്യമാണ്. ഒരു ബിദ്അത്തും ഇവിടെ നടക്കില്ല, ഒരു കള്ളത്തൊരീക്കത്തും ഇവിടെ നടക്കില്ല. ത്വരീക്കത്ത് എന്ന പേരിൽ വ്യാജന്മാർ വിലസുന്നുണ്ട്. മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിലുള്ള സത്യത്തെ അംഗീകരിക്കണ്ടേ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൈനകുട്ടി മുസ്ലിയാർ ഷാദിഖി ത്വരീക്കത്തിന്റെ കേരള ശൈഖാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ലഭിച്ച ഈ വഴി നൂറ്റാണ്ടുകളായി ലോകത്ത് വെളിച്ചം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആത്മീയ വഴിയിൽ ചേർന്ന ആളുകൾ ആ ഹക്കായ വഴിയിൽ നിന്ന് യഥാർത്ഥമായി സത്യത്തെ പ്രാപിക്കുകയും ആത്മീയമായ ഔന്നത്യം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് സത്യമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ലോകത്തെ ഒരു സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കഴിവ് വളരെ വലുതാണ്. ഈ മുഹയ്യിദ്ദീൻ മാല ഇതിനെ നിഷേധിക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ
മലയാളം കൊണ്ട ഏറ്റവും വലിയ ശൈഖാണ് ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഖുത്ബാനിയത്തിന്റെ മഖാം എത്തിച്ച മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അത്ര നിപുണനായ ഒരാൾ കേരളത്തിലില്ല. അതുകൊണ്ടാണ് കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളി 1000ഓളം കൊല്ലമായി നിലനിൽക്കുന്ന ജുമാഅത്ത് പള്ളിയുടെ നേരെ തൊട്ട് മുന്നിലുള്ള ഖബർ ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി, ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ ശൈഖായ ഇനി പറയപ്പെടുന്ന ടിപ്പു സുൽത്താൻ വരെ ഒരു ത്വരീഖത്ത് അംഗീകരിച്ച ആളാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയേറെ കഴിവുള്ള ഒരാളില്ല എന്ന് ഇംഗ്ലീഷുകാർ പോലും സമ്മതിക്കുന്നുണ്ട്. ഗിദ്വാനിയുടെ പുസ്തകമുണ്ട്. ഗിദ്വാനി പറയുന്നത് മാനവ ചരിത്രത്തിൽ ടിപ്പു പ്രകടിപ്പിച്ചതുപോലെയുള്ള ധീരത പ്രകടിപ്പിച്ച രാജാക്കന്മാർ ഇല്ല. എന്തുകൊണ്ടാണ് ടിപ്പുവിനത് കഴിഞ്ഞത്? ടിപ്പുവിന് മഹാനായ സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ത്വരീഖത്ത് ഉണ്ടായിരുന്നു. മഹാനായ സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ കോഴിക്കോട് വെള്ളക്ഷാമമുള്ള കാലമായിരുന്നു. അദ്ദേഹം വടികൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഹജൂർ കച്ചിയുടെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ അവിടെ ഒരു കിണർ കുളം കുഴിച്ചാൽ കോഴിക്കോട്ടുകാർക്ക് ആവശ്യമായ വെള്ളം അതിൽ നിന്ന് എക്കാലത്തും ലഭിക്കും എന്ന് പറഞ്ഞു. ശുദ്ധമായ വെള്ളം കിട്ടും എന്ന് പറഞ്ഞു. ഇത് മാനവിക്രമൻ രാജാവ് അറിഞ്ഞപ്പോൾ ഷെയ്ഖ് സയ്യിദ് ജിഫ്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സത്യമാണ് എന്ന് മാനവിക്രമൻ രാജാവ് വിധി എഴുതി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിവരം ടിപ്പു സുൽത്താൻ അറിഞ്ഞപ്പോൾ മൈസൂരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു. മാനവിക്രമൻ രാജാവ് ഭൂമി വിട്ടുകൊടുത്തു. തൊഴിലാളികളെ ടിപ്പു കൊണ്ടുവന്നു. കുറ്റിയടിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് കേരളത്തിലെ മഹാത്ഭുതമായ മാനാഞ്ചിറക്കുളം. ഇക്കൊല്ലം പറ്റിയില്ല. കേരളത്തിൽ എല്ലാ കുളവും എല്ലാ കിണറും വറ്റി ഈ കൊല്ലം. പക്ഷേ മാനാഞ്ചിറക്കുളം വറ്റിയില്ല. മാനാഞ്ചിറക്കുളത്തിന്റെ ഭാഗത്ത്, ആ വടക്കേ ഭാഗത്ത് ചെന്ന് നോക്കിയാൽ നട്ടുച്ച നേരത്ത് അനവധി ലോറികൾ കാണാം. ലോറി ഇങ്ങനെ വെള്ളം നിറച്ചങ്ങനെ കൊണ്ടുപോകും. എന്തുകൊണ്ട്? അത് കേരളത്തിലെ ഔലിയാക്കന്മാരുടെ കറാമത്തിന്റെ ഏറ്റവും വലിയ നിദർശനമാണെന്ന് ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് കോഴിക്കോട്ട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നത് എൻ്റെ ഈ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. മാനവിക്രമൻ രാജാവിന് ഉറപ്പായിരുന്നു ഇവർ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ശൈഖാക്കി ആ പറയപ്പെട്ട സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖ്ബറ പോലും നേരെ ബാക്കിലാണ്. എന്നാൽ കേറി ചെല്ലുന്ന തൊട്ടടുത്ത് മഹാനായ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറാണ്. എന്തുകൊണ്ട്? ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിലനിന്ന ഒരു പള്ളിയുടെ മുന്നിൽ എപ്പോഴും സുലഹാക്കൾ കടന്നുപോയ, എപ്പോഴും വലിയ മുത്തഖീങ്ങൾ കടന്നുപോയ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായി ഖാളി മുഹമ്മദ് തങ്ങൾ അവിടെ കിടക്കുന്നു? ആ സമാരിയിൽ അത്രയേറെ കഴിവുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അവർ എഴുതിയതാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാല. ഇത് നൂറ്റാണ്ടുകൾ ബഹുമാനപ്പെട്ട 5 നൂറ്റാണ്ടുകളോളം ബഹുമാനപ്പെട്ട ഉലമാക്കൾ അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഉമ്മത്ത് ഒരിക്കലും ബാത്തിലിന്റെ മേൽ യോജിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അടിസ്ഥാനം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വലിയ കറാമത്തുകൾ ഉണ്ടാവും. അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് ഉള്ളതുപോലെ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവും. മരിച്ചവരെ ജീവിപ്പിക്കുക, അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണ്. മരിച്ചുപോയ ഒരു കുടുംബത്തിൽ മരിച്ചുപോയ ആളെ ഹയാത്താക്കാൻ വേണ്ടിയാണ് പാണക്കാട്ടെ വല്യപ്പയെ ആദ്യമായി പാണക്കാട്ടേക്ക് കൊണ്ടുവന്നത്. ഹിന്ദുവായ രാജാവിന്റെ മരണപ്പെട്ടു പോയ കുടുംബാംഗത്തെ ഹയാത്താക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഒരു ദിവസം രാവിലെ എണീക്കുന്നില്ല, മരിച്ചുകൊണ്ട് വിധി എഴുതി. അപ്പോൾ ഒരു ഷെയ്ഖ് വരുന്നുണ്ടോന്ന് അറിഞ്ഞു. ആ സയ്യിദിനെ കൊണ്ട് അദ്ദേഹം പറഞ്ഞു മരിച്ചിട്ടില്ല. തന്റെ കയ്യിലുള്ള വടി കൊണ്ടൊന്നിങ്ങനെ തൊട്ടു, എണീറ്റു. അപ്പോൾ രാജാവ് ഇഷ്ടപ്പെട്ട് വെച്ചു കൊടുത്തതാണ് പുതിയ മാളിയക്കൽ. അതാണ് PMS. ആ പുതിയ മാളിയക്കലാണ് കുടപ്പനക്കൽ തറവാട്. അതൊരു വിഷയപ്പെട്ട കാര്യമേ അല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മരിച്ചവരെ ജീവിപ്പിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അതൊരു വിഷയപ്പെട്ട കാര്യമേ അല്ല. അതൊക്കെ നിസ്സാരമാണ്. മരിച്ചു പോയ ആളുകളെ ജീവിപ്പിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരപ്പെട്ട കാര്യമാണ്, ഒരു വിഷയം തന്നെയല്ല. അവർ തീയിൽ പ്രവേശിക്കും. തീയിൽ ഒരു അല്പം പോയി ഒരു രോമം കഴിയാതെ തീയിൽ പുറത്തു വരും. അവർക്ക് രാത്രി ദർശനമുണ്ടാകും. ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ മഹാൻ
ഔലിയാക്കൽപ്പെട്ട രാജാവുമായിരുന്നു, മഹാനുമായിരുന്നു സയ്യിദുനാ ദുൽഖർനൈൻ. ലൈസ ബിനബിയ്യിൻ, നബിയല്ല. കാന യദ്ഖുലുൻ നാറ വയഖ്റുജു മിൻഹാ മിൻ ഗൈരി ഇഹ്റാഖിൻ. ഒരു രോമം കരിയാതെ തീയിൽ പ്രവേശിച്ച് തീയിൽ നിന്ന് പുറത്തു വന്നിരുന്നു ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. ലൈസ ബിനബിയ്യിൻ, നബിയല്ല. കാന മലികൻ ആദിലൻ തവ്വാഫൻ ദാഇയൻ ഇലല്ലാഹ് എന്ന് അല്ലാമ റാസി അടക്കം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാവും. ഇത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിന്റെ മറ പിടിച്ച് പല ആളുകളും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. എല്ലാ ഒറിജിനലിനും വ്യാജമുണ്ടാവും. കാര്യങ്ങളെ മനസ്സിലാക്കാൻ കേരളീയ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല ബുദ്ധി നൽകിയിട്ടുണ്ട്. ഉലമാക്കൾ വളരെ പരിശോധിച്ചതിന് ശേഷം അല്ലാതെ ഒരാളെയും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് ഇത്തരം പെരുമ്പറകൾ സത്യത്തിൽ ഒരു സമൂഹം വേദനിക്കുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കുക എന്ന വളരെ കശ്മലമായ കുറുക്കന്റെ താല്പര്യം, കുട്ടനെയും മുട്ടനെയും മുട്ടിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ താല്പര്യം എന്നല്ലാതെ ബിദ്അത്തിന്റെ കക്ഷികൾക്കില്ല. അവർ ഈ സംഭവത്തിലും സത്യത്തിൽ അപഹാസ്യരാവുകയാണ്. എനിക്ക് ഹുസൈൻ സലഫിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ പറയുന്ന നല്ല പഴയ കാലത്തെ ആലിമീങ്ങൾ പ്രസംഗിക്കുന്ന ശൈലിയിൽ ഇങ്ങനെ പറയും, അത് അടുത്ത ഒരു പരിപാടിയാണ്. നമ്മളെ നാട്ടുകൾക്ക് പഴയ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വഹാബിയുടെ പ്രസംഗം സുന്നിയുടെ മേലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണോ? KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ KSRTC ആണ് കണ്ടാൽ കൈ പൊക്കം മുദ്ദിച്ച ആൾ ഇങ്ങനെ നേരെ താഴ്ത്തിടും. അങ്ങനെ പഴയ കാലത്ത് പരിപാടി ഉണ്ടായിരുന്നു. അത് ഒന്നാ വെറുതെ കൈ കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സാധാരണ ടിക്കറ്റ് പോതിയാവൂല എന്ന് വിചാരിച്ച് അങ്ങനെ അത് അവിടെയും കാപട്യം കാട്ടിക്കൂട്ടി. നല്ല സത്യത്തിൽ അത് കുപ്പിയിലെ കള്ള. പക്ഷെ എന്ത് ചെയ്ത് അത് ഒറിജിനൽ നല്ല തേന് വിളമ്പുന്ന കുപ്പിയിൽ ഇങ്ങോട്ട് വിളമ്പി നല്ല മനോഹരമായ ശൈലിയിൽ ഇങ്ങനെയാണ് പറഞ്ഞപ്പോ സാധുക്കളായ കുറച്ച് വിവരമില്ലാത്ത മനുഷ്യന്മാർ ആ കൂട്ടത്തിൽ കൂടി. ഹുസൈൻ സലഫിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എവിടുന്നാണോ വരുന്നത് അവിടെയാണ് നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ബിദ്അത്തുകളെല്ലാം അവിടെയുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലാണ് നിങ്ങൾ വ്യാപൃതരാവേണ്ടത്. ഇവിടെ ബിദ്അത്തില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ സത്യതയിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ സുന്നികൾ മുശ്രിക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, നേരത്തെ അമീദ് ബഷീർ പറഞ്ഞതുപോലെ ഒരു കഷ്ണ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞതുപോലെ ഈ മൊല്ലാക്കന്മാരല്ലേ ഇറക്കുന്നത്. എന്തിന് അതൊക്കെ ഇറച്ചി ചോറ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റും. ഏകദേശം ഈ പെണ്ണിന്റെ വാപ്പമാരൊക്കെ സുന്നികളല്ലേ? അല്ല, നിങ്ങളെ വാപ്പാന്റെ അവസ്ഥ എന്താ? നിങ്ങളെ വാപ്പാനെ നിക്കാഹ് സഹിയാവും. എന്തുകൊണ്ട്? മുശ്രിക്കായ വലിയ ഉമ്മാടെ വാപ്പ, മുശ്രിക്കായ ഉമ്മാടെ വാപ്പയല്ലേ ഉമ്മയെ നിങ്ങളെ വാപ്പ കെട്ടിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളെ വീക്ഷണ പ്രകാരം നിങ്ങളുടെ ബാപ്പ ഉമ്മയുമായി ബന്ധപ്പെട്ടത് ഹലാലാണ്. അതൊന്നും പിന്നെന്തേ, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് പറയും പോലെ സ്റ്റേജിന്മേൽ കയറിയുമ്പോൾ വായിൽ വന്നതെല്ലാം കോതക്ക് പാട്ട് എന്ന് പറയുമ്പോഴത്തെ ഒരു പരിപാടി മാത്രമാണ്. ഇയാൾക്കുണ്ടായിരുന്നില്ല KNMന് അക്കാലത്ത് എപ്പോൾ 80 ഉണ്ടെങ്കിൽ 40 അംഗ മുഷാവറ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി മരിക്കുന്ന കാലത്തില്ലേ? എന്തിനാണ് വസിയത്തായി കേരളത്തിലെ ഏറ്റവും വലിയ നൂലും ഉറുക്കും മന്ത്രവും ആത്മീയ ചികിത്സയും നടത്തുന്ന സാക്ഷാൽ മുബ്തദിഉം മുശ്രിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളെ കൊണ്ട് അത് വസിയത്ത് ചെയ്തിട്ട് തന്നെ ചെയ്യിപ്പിച്ചത് എന്ത്? അയാൾക്കറിയാം, അയാളെ മുഷാവറയിലെ 40 അംഗ മുഷാവറ അയാൾക്കുണ്ട്. പക്ഷെ ആ ഒറ്റൊന്നിനും അതിന് പറ്റൂല. അവരെ കൊണ്ട് നിസ്കരിപ്പിച്ച് അടിയിൽ പോയാൽ മുങ്കർ നക്കീറിന്റെ 4 മുട്ട ഏറും. അല്ലെങ്കിൽ അബ്ദുൽ അസീസ് മൗലവി മോശാണോ? ബുദ്ധിമാനല്ലേ? വലിയ കഴിവുള്ള ആളായിരുന്നില്ലേ? പിന്നെ അയാൾക്ക് അറിയാലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ മറുപടി പറയേണ്ടി വരും. എന്റെ പിന്നെ അയാൾ അങ്ങനെ ചെയ്തത്, എന്റെ മൗലവിമാർ ഖിയാമത്ത് നാൾ വരെ സ്റ്റേജിൽ വഷളായി മറുപടി പറഞ്ഞാലും എന്റെ മയ്യത്ത് ഇവരെ കൂട്ടി ഒരാളും ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. കാരണം അയാളെ മയ്യത്തെങ്കിലും ഒന്ന് ലെവലായി പോണെന്ന് അയാൾക്ക് കൂടി ഉണ്ടാവില്ല മനുഷ്യന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രബുദ്ധ കേരളത്തിന് ഇതൊക്കെ അറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അനാവശ്യമായ വാഗ്വാദങ്ങളെ കെട്ടിച്ചമച്ചു കൊണ്ടുവരികയും യുക്തിവാദികളും നിരീശ്വരവാദികളുമായ
ബോധമില്ലാത്തൊരു ജനതക്ക് നിങ്ങളും കൂട്ടാളികളാവുക എന്നത് 5 വക്ത് നിസ്കരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഭൂഷണമല്ല എന്ന് താൻ സ്വന്തം കാലിന്റെ അടിയിലുള്ള മണ്ണെങ്കിലും ഹുസൈൻ സലഫിയെ പോലത്തെ ആളുകൾ ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളെ ക്ഷമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദാരുണമായ ഇത്തരം സംഭവങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു എല്ലാ ഖൈറും എല്ലാ റഹ്മത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങളിൽ നിന്ന് കണ്ണോടെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ധാരാളം ആലിമീങ്ങളുള്ള ഒരു മജ്‌ലിസാണ്. ഒരു ദുആ ചെയ്യാതെ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു